ഈ ഇറാനെ നടുക്കിയ ലെബനനെയൊക്കെ നടുക്കി എന്താണ് ഇങ്ങനെ വിറപ്പിച്ച ആളാണ് ഈ റിൻസൺ ജോസ് എന്ന് പറയുന്നത്. ഈ മലയാളിയാണ്. അതുപോലെ തന്നെ റിൻസൺ എവിടെ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റിൻസൺ അപ്രത്യക്ഷനായോ? എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? വെള്ളത്തിനടിയിലോ അതോ ആകാശത്തോ? അയാൾ എവിടെ എന്നാണ് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 രാജ്യങ്ങൾ റിൻസനെ, ഒരു മലയാളിയെ 5 രാജ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. അതായത് ബൾഗേറിയ ഉൾപ്പെടെ, ഇറാൻ ഉൾപ്പെടെ, നോർവേ ഉൾപ്പെടെ, അത്തരത്തിൽ 5 രാജ്യങ്ങൾ ഇനിയുണ്ട്. ഏകദേശം 2 രാജ്യങ്ങൾ കൂടെ ഉണ്ട്. ആ 5 രാജ്യങ്ങൾ ഇദ്ദേഹത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ റിൻസൺ ജോസ്? ഏതാണ്ട് 10 വർഷം മുമ്പാണ് കേരളത്തിലെ വയനാട് മാനന്തവാടിയിൽ നിന്ന് റിൻസണും സഹോദരൻ ജിൻസണും പഠനാർത്ഥം ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വിദേശ രാജ്യത്തിലേക്ക് പോകുന്നത്. നോർവേയിലേക്കാണ് പോയത്. പഠനത്തോടൊപ്പം അവർ സ്വാഭാവികമായും പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടാകും. എന്തായാലും ജോലിയൊക്കെ ചെയ്ത് 10 വർഷത്തിനുള്ളിൽ അവർ ഏതാണ്ട് സെറ്റായി. ഇപ്പം റിൻസണും ജിൻസണും രണ്ടിടത്താണ്. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന തായ്വാനിൽ നിർമ്മിച്ച പേജറുകൾ ഹിസ്ബുള്ള ഭീകരരുടെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ചു. ഇതിന് പിന്നിൽ മൊസാദാണെന്ന് പറയപ്പെടുന്നു. ഈ പേജറുകൾ കൈമാറ്റം ചെയ്തത് ഒരു കൺസൾട്ടിംഗ് കമ്പനി നടത്തിയ റിൻസൺ ജോസ് എന്ന് പറയുന്ന മലയാളിയാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ റിൻസൺ ജോസ് എവിടെ? ഇപ്പോൾ റിൻസൺ ജോസ് എവിടെയെന്ന് അറിയത്തില്ല. അപ്പോൾ നോർവേയിലേക്ക് പോയ റിൻസൺ ജോസ് എന്തിനാണ് ബൾഗേറിയയിൽ ഒരു കമ്പനി തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ ഈ പേജറുകൾ ബൾഗേറിയയിൽ നിന്നായിരിക്കും കയറ്റി അയച്ചതും. അപ്പോൾ നോർവേ, ബൾഗേറിയ, ഇനി ഇതുണ്ടാക്കി ആദ്യം കരുതിയിരുന്ന തൈവാൻ, അതുപോലെ തന്നെ ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ, ഇപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇറാൻ്റെ കൂലിപ്പട്ടാളമാണല്ലോ ഹിസ്ബുള്ള, ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അങ്ങനെ 5 രാജ്യങ്ങൾ ഈ റിൻസന്റെ പിന്നാലെയാണ്. ഇയാൾ എവിടെ? അപ്പോൾ റിൻസൺ എന്ന് പറയുന്ന വ്യക്തി എവിടെയാണെന്ന് അറിയത്തില്ല. സ്ഫോടനം ഉണ്ടായത് 17-ാം തീയതിയാണ്. സെപ്റ്റംബർ 17-ാം തീയതിക്ക് ശേഷം റിൻസൺ തൻ്റെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ആരെയും തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ റിൻസൺ ഏതാണ്ട് അപ്രത്യക്ഷനായി എന്ന അർത്ഥം. അപ്പോൾ മൊസാദാണ് ഇതിൻ്റെ സൂത്രധാരനെങ്കിൽ സ്വാഭാവികമായും റിൻസനെ സംരക്ഷിക്കേണ്ട ബാധ്യത, കടമ ഒക്കെ തന്നെ അവർക്കുണ്ട്. അതുകൊണ്ട് റിൻസനെ അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അമേരിക്കയാണ് കാണുന്നത്. അപ്പം ഇസ്രയേലുമായി അടുത്ത ബന്ധമുള്ള അമേരിക്കയിലേക്ക് വേണമെങ്കിൽ റിൻസനെ മാറ്റാം. അതല്ല, ബഹിരാകാശത്ത് എന്ന് പറഞ്ഞാൽ വിമാനത്തിനുള്ളിൽ തന്നെ റിൻസൺ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണെങ്കിലോ? അപ്പോൾ റിൻസനെ കയ്യിൽ കിട്ടിയാൽ ഇസ്ലാമിക തീവ്രവാദികൾ, ഭീകരവാദികൾ ഇവരൊക്കെ തന്നെ എന്ത് അക്രമവും നടത്തും. അതുകൊണ്ട് അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന ഇസ്രയേലിനുണ്ട്. അപ്പോൾ റിൻസനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ ബൾഗേറിയൻ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ പറയുന്നു റിൻസൺ ബൾഗേറിയയിൽ നിന്ന് ഈ പേജറുകൾ കയറ്റുമതി ചെയ്തിട്ടില്ല. തൈവാൻ പറയുന്നു ഞങ്ങൾ അല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയത്, ഇത് ഹംഗറിയിലെ ഒരു കമ്പനിക്ക് ഞങ്ങൾ ഇതിൻ്റെ പേറ്റൻറ്റ് നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹംഗറിയിലാണോ നൽകിയത്? അതേക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു A4 ഷീറ്റിൽ ഒരു പേപ്പറിൽ ഒരു കമ്പനിയുടെ പേര് ഒട്ടിച്ചു വെക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു പേപ്പർ കമ്പനിയാണ്. അപ്പോൾ മൊസാദാണ് ഇതിൻ്റെ ആസൂത്രണമൊക്കെ നടത്തിയത്. പേജർ വാങ്ങാനായുള്ള ശ്രമത്തിൽ തന്നെ 2 കമ്പനികൾ മൊസാദ് രൂപീകരിക്കുന്നു. എന്നിട്ട് അതിനകത്ത് 2 പേരെ നിയമിക്കുന്നു. അതിൽ ഒരു കമ്പനിയുടെ കൺസൾട്ടൻ്റ് ചുമതലയാണ് ഈ പറയുന്ന റിൻസൺ ജോസിനുള്ളത്. അപ്പോൾ റിൻസൺ ജോസിൻ്റെ ഒരു സഹോദരി അയർലൻഡിലുണ്ട്, മറ്റൊരു സഹോദരൻ നോർവേയിലുണ്ട്. മാത്രമല്ല റിൻസന്റെ ഭാര്യ ഈ നോർവേയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ നോർവേയിലുള്ള DN എന്ന് പറയുന്ന മീഡിയ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. ആ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് പാർട്ട് ടൈം എന്ന നിലയിൽ മറ്റൊരു ജോലിയും ചെയ്യാം. അങ്ങനെയായിരിക്കാം കൺസൾട്ടൻസി സ്ഥാപനം നടത്തുന്നത്. ഈ റിൻസന്റെ ഭാര്യ കോട്ടയം സ്വദേശിയുണ്ട്. അവരും റിൻസണിനൊപ്പം തന്നെ ഈ DN മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ DN മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ടെലക്സ് എന്ന് പറയുന്ന അവരുടെ ഈ ഔദ്യോഗിക വിഭാഗം ഉണ്ടല്ലോ, അവർ പുറത്തു വരുന്നത് റിൻസനെ കാണുന്നില്ല, റിൻസൺ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ റിൻസൺ ഇത്തരം കാര്യങ്ങൾ ചെയ്തോ എന്ന് ഔദ്യോഗികമായി ആരും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ 5 രാജ്യങ്ങൾ റിൻസന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? സത്യം. അതായത് ഹിസ്ബുള്ളയുടെ അന്തകനായി റിൻസൺ മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നുള്ളത്. ഇവിടെ റിൻസന്റെ കമ്പനി നോൾട്ട ഗ്ലോബൽ ലിമിറ്റഡ്, നോട്ട ലിങ്ക്, ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബൾഗേറിയയിലാണ്. സോഫിയ നഗരത്തിലെ ബഹുനില മന്ദിരമാണ് വിലാസമായി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓഫീസിന്റെ അടയാളങ്ങളൊന്നും അവിടെ ഇല്ല. വെബ്സൈറ്റ് വ്യാഴാഴ്ച തന്നെ നീക്കം ചെയ്തു. ഇതിന്റെ സേവനങ്ങൾ എന്ന് പറയുന്നത് കൺസൾട്ടിങ്, സാങ്കേതിക സഹായം, റിക്രൂട്ടിംഗ്, ഔട്ട്സോഴ്സിംഗ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സേവനങ്ങൾ എന്ന് പറയുന്നത്. ഈ 17-ാം തീയതി സംഭവം നടന്നതിന് ശേഷം റിൻസനെയോ റിൻസന്റെ ഫാമിലിയോ കുറിച്ചോ ഒരു അറിവും മാനന്തവാടിയിലും കിട്ടിയിട്ടില്ല, റിൻസന്റെ സുഹൃത്തുക്കൾക്കും കിട്ടിയിട്ടില്ല, ഇറാനും കിട്ടിയിട്ടില്ല, ഹിസ്ബുള്ളയ്ക്കും കിട്ടിയിട്ടില്ല, ഹമാസിനും കിട്ടിയിട്ടില്ല. എങ്കിൽ
സിനുജി പറഞ്ഞതുപോലെ റിൻസൺ ഭൂമിയിലല്ല ആകാശത്തായിരിക്കണം. അല്ല, എൻ്റെ ഒരു സംശയം, ഈ റിൻസൺ ഇനി ഒരു പക്ഷേ മൊസാദിന്റെ ചാരനായിരിക്കുമോ? അതായത് മൊസാദിന്റെ ഒരു എന്താണ് ഒരു സേനാംഗമായിരിക്കുമോ? അങ്ങനെ അല്ല എന്ന് നമുക്ക് സംശയിക്കാതിരിക്കാനും കഴിയില്ല. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം റിൻസനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. റിൻസൺ എവിടെ പോയി? അങ്ങനെ അല്ല എങ്കിൽ അത് വന്ന് പറയേണ്ടതിന് ഉത്തരവാദിത്വം റിൻസനുണ്ട്. ഇപ്പൊ അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും ഇപ്പൊ ഇവർ അന്വേഷിക്കുന്നത് പേജർ പാർട്ടുകൾ തായ്വാനിൽ നിന്ന് ബൾഗേറിയയിൽ എത്തിച്ചോ, പേജറുകൾ വിൽക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തോ, 16 ദശലക്ഷം യൂറോയുടെ അതായത് 15 കോടിയുടെ ഇടപാട് നടന്നിട്ടുണ്ടോ, ഹംഗറിയിലേക്ക് പേജറുകൾ കയറ്റിവിട്ടു. ഇങ്ങനെയാണ് ഇവരിപ്പോൾ റിൻസനെ കുറിച്ച് അന്വേഷിക്കുക. മാത്രമല്ല ഈ നോർവേയിലാണ് റിൻസൺ ജോലി ചെയ്യുന്നതും അവിടെയാണ് താമസിക്കുന്നത്, പൗരത്വം അവിടെയാണ്. അവിടുത്തെ സർക്കാർ പറയുന്നത് ഔദ്യോഗികമല്ലാത്ത ഒരു പണം ഇടപാടുകളും റിൻസന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അനധികൃതമായി ഒരു പണം ഇടപാടുകളും റിൻസൺ നടത്തിയിട്ടില്ല. അപ്പോ മൊസാദ് കൃത്യമായി കാര്യങ്ങൾ എങ്ങനെ റിൻസണിലേക്ക് എത്തിച്ചു, എങ്ങനെ റിൻസണിലേക്ക് അവരെത്തി, ഈ പേജറുകൾക്കുള്ളിൽ ഇത്രയും സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ റിൻസൺ സഹായിച്ചിട്ടുണ്ടോ, ഈ പേജറുകൾ ഉൾപ്പെടെ ഈ ഹിസ്ബുള്ളയുടെ അന്തകനായി മാറിയ പേജറുകൾ ഉൾപ്പെടെ ഇവർക്ക് നൽകുന്നതിൽ റിൻസന്റെ പങ്ക് എന്താണ്? എനിക്ക് തോന്നുന്നില്ല ഇനി റിൻസൺ പുറം ലോകത്തേക്ക് വരും എന്നുള്ളത്. കാരണം റിൻസനെ നോട്ടമിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭീകരർ മുഴുവൻ. അതുകൊണ്ട് തന്നെ മൊസാദിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ മാത്രമേ ഇനി റിൻസന് സുരക്ഷയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പൊ മാധ്യമങ്ങളൊക്കെ റിൻസന്റെ ഫോട്ടോ ഉൾപ്പെടെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ റിൻസന് ജീവന് ഭീഷണിയുണ്ട്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും മലയാളി പൊളിയാണ് എവിടെ ചെന്നാലും എന്ന് പറയും. ഒരു ഹിസ്ബുള്ളയുടെ അന്തകനാകാൻ ഒരു മലയാളിയുടെ കരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്, മലയാളിയുടെ കരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ അഭിമാനം തോന്നുന്നു. ഈ MBA ബിരുദധാരിയായ റിൻസൺ നോർവീജിയൻ പൗരത്വം നേടുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു കൺസൾട്ടൻസി നടത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ നോർവേയിൽ ഒരു കമ്പനി നടത്തുന്നു, അടുത്ത രാജ്യത്ത് ഒരു കമ്പനി നടത്തുന്നു, അപ്പോൾ ബൾഗേറിയയിൽ ഒരു കമ്പനി നടത്തുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നു. അപ്പം പുള്ളി പറയുകയാണ്, അല്ലെങ്കിൽ മൊസാദാണ് ഇങ്ങനെ ഒരു ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ജോലി തരുന്നു. മൊസാദ് പറയുന്നു, നിങ്ങൾ വരുന്ന മെയിലുകൾക്കൊക്കെ റിപ്ലൈ ചെയ്യുക, ഞങ്ങൾ വരുന്ന സാധനം കയറ്റിയാക്കി, ഇത് മൊസാദാണെന്നൊക്കെ എങ്ങനെയാണ് റിൻസൺ അറിയാൻ പറ്റുന്നത്? ഇനി റിൻസൺ അത് അറിഞ്ഞാതെയാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ്. ഇനി റിൻസൺ അറിഞ്ഞിട്ടാണെങ്കിലോ ഇത് മൊസാദിൻ്റെ ഒരു ഓപ്പറേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന പണത്തിൻ്റെ 1 or 2 ഇരട്ടി തരാം കമ്മീഷനായി. അയാൾക്ക് എന്താ പ്രശ്നം? കാരണം അയാൾ നമ്മുടെ രാജ്യത്തല്ല നിൽക്കുന്നത്. അപ്പോൾ റിൻസൺ ഏതാണ്ട് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നാട്ടിൽ വന്നിരുന്നു, ജനുവരി തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അവിടെ ചെന്ന് വലിയ പണം കിട്ടുകയും മൊസാദ് എന്ന് പറയുന്ന ജൂതന്മാരുടെ ഈ രഹസ്യ അന്വേഷണ ഏജൻസിയുള്ള ചാരസംഘടന അവരുടെ പിന്തുണ നേരിട്ട് കിട്ടുകയും ചെയ്താൽ റിൻസൺ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, വേണമെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ റിൻസൺ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം മൊസാദ് വേറെ ഏതെങ്കിലും തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയാൽ അതേക്കുറിച്ച് ഹിസ്ബുള്ളയും ഈ പറയുന്ന ഇറാനും ഒക്കെ അന്വേഷിച്ച് ചെന്നാൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അത് ഉപേക്ഷിക്കപ്പെടും. പക്ഷേ ഒരു മലയാളിയെ വെച്ച് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറ്റാലിയൻ പൗരത്വമുള്ള മറ്റൊരു ലേഡിയെ വെച്ച് കളിക്കുമ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായ ധാരണ മൊസാദിനുണ്ട്. അതാണ് ഇവിടെ പ്രയോഗിച്ചതും. ഇപ്പോൾ ഈ റിൻസൺ ജോസിൻ്റെ ചിത്രങ്ങളടക്കം കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വിടുന്നു. മാത്രമല്ല റിൻസൺ ബാങ്ക് ഇടപാട് നടത്തി, ഈ പറയുന്ന 15 കോടിയോളം രൂപയുടെ ഇടപാട്. അപ്പോൾ ഇത്രയും വലിയ ഇടപാട് നടത്തിയത് എന്താണ്? ചിലപ്പോൾ 5000 പേജർ കയറ്റി അയച്ചതുമായി ബന്ധപ്പെട്ടായിരിക്കാം. നിയമവിരുദ്ധമല്ല എങ്കിൽ റിൻസനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ റിൻസനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മൊസാദിലേക്ക് എത്തി. അവർ സംരക്ഷിക്കുകയും നാളെ ഇതുവരെ ഒരു സഹായിയായിട്ടായിരിക്കും ഈ റിൻസൺ പ്രവർത്തിച്ചെങ്കിൽ നാളെ മൊസാദിൻ്റെ ഏജൻറ്റായി മാറുന്നു, അല്ലെങ്കിൽ മൊസാദിലെ ഒരു ഉദ്യോഗസ്ഥനായി മാറുന്നു. അതും സംഭവിച്ചുകൂടാഴിയില്ല. കാരണം ജൂതന്മാരുടെ ബുദ്ധിയിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ നടത്തുന്നു. ഇനി ജിൻസന്റെ ഒരു രൂപം തന്നെ മാറുന്ന രീതിയിൽ അയാളെ മറ്റൊരു രാജ്യത്തേക്ക് കടത്താൻ ഈ മൊസാദിന് സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇപ്പം തായ്വാന്, നോർവേ, ഹംഗറി, ഒപ്പം തന്നെ ഈ പറയുന്ന ഇറാൻ ഇവരെല്ലാം പിന്നാലെ ഓടുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് റിൻസനെ. അതുകൊണ്ടാണ് റിൻസൺ ജോസിൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. റിൻസനും എവിടെയാണെന്ന് അറിയത്തില്ല, കോട്ടയം സ്വദേശിനിയായ ഭാര്യ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർ ഈ DN മീഡിയ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളും കൺസൾട്ടൻസി എന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളും ഒക്കെ വേറെ വേറെയാണ്. മറ്റൊരു രാജ്യത്ത് ചെന്നാൽ ഒരു കമ്പനി നടത്താൻ ഒരു മുറിയൊക്കെ തന്നെ ധാരാളമാണ്, മൊത്തം നെറ്റ് സംവിധാനമുള്ളൂ. പക്ഷേ ഈ പറയുന്ന പേജറുകൾ നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനി ഒരു ജനവാസ മേഖലയിൽ ഉണ്ട് എന്നാണ് അഡ്രസ്സ് കൊടുത്തിരുന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയുടെ
ഇസ്രായേലിലെ വെബ്സൈറ്റ് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ കൃത്യമായ ഓപ്പറേഷൻ ഈ മൊസാദ് നടത്തി, ഇസ്രായേൽ നടത്തി, ഹിസ്ബുള്ളയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു എന്ന് പറയുന്നത് തുല്യമാണ്. ഈ എല്ലാം അന്വേഷിച്ച് പോകുമ്പോൾ എല്ലാം പുകയാണ്, ഒന്നും കാണാനില്ല, ഒരു സംഭവവും ഇല്ല. അത് എത്ര ഫലപ്രദമായാണ് അവർ എക്സിക്യൂട്ട് ചെയ്തത്. അതായത് ഈ വടക്കൻ അതിർത്തിയിലെ ഇസ്രായേൽ പട്ടണമായ മൊദുലയിൽ വൻ നാശം വിതച്ച് ഹിസ്ബുള്ള 150 റോക്കറ്റുകൾ വർഷിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ ഈ മാരക പ്രഹരം, അതായത് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. നമ്മൾ ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ 72 ഹൂറികൾ നിങ്ങളെ കാത്തിരിക്കുന്നു, ഓടി വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ചെല്ലാം എന്ന് പറഞ്ഞ് തീരുന്ന മനസ്സിൽ ആലോചിക്കും മുന്നേ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ കൂടെ അറിയാനുള്ളത് റിൻസന്റെ വീടായ മാനന്തവാടിയിലേക്ക് ഇറാൻ വല്ല റോക്കറ്റും വിടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അത് മാത്രം നമ്മൾ ഇനി ആലോചിച്ചാൽ മതി. എന്തായാലും ഈ അജിത് ഡോവലും അമിത്ഷായും ഒക്കെ ഇവിടെയുള്ള രാജ്നാഥ് സിംഗ് ഉള്ളത് കൊണ്ട് ഇറാന്റെ റോക്കറ്റ് വരുന്ന വഴിക്ക് തന്നെ അവര് കഴിക്കണം.